നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് പാർട്ടികളിലെല്ലാം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ചിലരെ പുറത്താക്കുന്നു, ചിലർ അങ്ങോട്ട് പോകുന്നു, ചിലർ ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ RSPയുടെ ദേശീയ സമിതി അംഗമായിരുന്ന ഇല്ലിക്കൽ അഗസ്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്തും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ ഈ RSP എന്ന് പറയുന്ന പാർട്ടി രണ്ടുപേരിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ശരിയല്ലേ? ഇല്ലിക്കൽ അഗസ്തി ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് NK പ്രേമേന്ദ്രനും ഷിബു ബേബി ജോൺ, ഇവർ രണ്ടുപേരിലേക്ക് RSP എന്ന് പറയുന്ന പാർട്ടി ഒതുങ്ങിപ്പോകുന്നു. പിന്നെ വേറൊരാളുണ്ട് കാർത്തിക് പ്രേമേന്ദ്രൻ, അതായത് NK പ്രേമേന്ദ്രന്റെ മകൻ, അവരിലേക്ക് ഈ പറയുന്ന ആളുകളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നു. 5 സീറ്റ് വരെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന RSP എന്ന് പറയുന്ന പാർട്ടിയെ വെറും 3 സീറ്റ് എന്ന് പറഞ്ഞ് ഇട്ടാവട്ടത്തിനകത്ത് കൊണ്ട് കെട്ടിയിടാനുള്ള ശ്രമമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വലിയ ക്യാമ്പയിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ RSP എന്ന് പറയുന്നത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് RSP എന്ന് പറഞ്ഞാൽ. ഈ RSP ശരിക്കും ഉണ്ടായിരുന്നത് ഈ LDF-നൊപ്പം ആയിരുന്നു. NK പ്രേമേന്ദ്രനൊക്കെ LDF-ന്റെ ഭാഗമായിരുന്നു. ഈ RSP രണ്ടായിരുന്നു. അത് ബേബി ജോണിന്റെ മരണത്തോടു കൂടി തന്നെ ഈ RSP 2 ഇതിലേക്ക് മാറി RSP B എന്ന് പറയുന്ന ഒന്നിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അങ്ങനെ മാറി ഈ RSP B LDF-ന്റെ കൂടെയും RSP UDF-ന്റെ കൂടെയും ഷിബു ബേബി ജോണൊക്കെ ഈ പറയുന്ന UDF-ന്റെ കൂടെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് കേരള മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്നു NK പ്രേമേന്ദ്രൻ. അന്ന് മാറാ നിന്നില്ല, കുന്നത്തൂര് ഇപ്പോഴത്തെ MLA അന്ന് മാറാ നിന്നാണ് കോവൂർ കുഞ്ഞുമോൻ. അത് മാറാ നിന്ന് പിന്നെ അദ്ദേഹം RSP എന്ന് പറയുന്ന മറ്റൊരു RSP L അങ്ങനെ പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. അപ്പൊ RSP വേറൊരു, അപ്പൊ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടന്ന ഒരു പാർട്ടിയാണ് ശരിക്കും RSP എന്ന് പറയുന്ന ഒരു സാധനം. എന്നാൽ ഈ RSPക്ക് എന്നാലും ഒരുപാട് ആരാധകരുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്ര വലിയ ആരാധകരോ അണികളോ ഒന്നും വലുതായിട്ടില്ലാത്ത ഒരു പാർട്ടി കൂടിയാണ്. പലയിടത്തും ഇപ്പൊ RSP ജയിക്കുന്നു. ഇപ്പൊ NK പ്രേമേന്ദ്രൻ കൊല്ലത്തും ജയിച്ച് UDF-ന്റെ വോട്ട് കൊണ്ടാണ്, പിന്നെ കുറച്ച് BJP-യുടെ വോട്ട്. കാരണം BJP-യുടെ വോട്ട് NK പ്രേമേന്ദ്രൻ വരാൻ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി സുഖിപ്പിക്ക് ഡയലോഗൊക്കെ അടിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് NK പ്രേമേന്ദ്രന്റെ BJP-യുടെ വോട്ട്. അന്ന് കൃഷ്ണകുമാറാണ് മത്സരിച്ചത്, സിനിമ നടൻ. എന്റെ തൃപ്പൂണിത്തുറയില് പിന്നെ മുറ്റത്ത് കുഴി കുത്തി പണിക്കാർക്ക് കഞ്ഞിയല്ല പഴങ്കഞ്ഞി കൊടുത്ത കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറാണ് അന്ന് പിന്നെ കൊല്ലത്ത് മത്സരിക്കുന്നത് BJP-യുടെ. അപ്പൊ അങ്ങനെ ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 സീറ്റ് വരെ കേരളത്തിൽ ഇപ്പം ശൈലജ ടീച്ചറിനെതിരെ KK ശൈലജ ടീച്ചറിനെതിരെ മട്ടന്നൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ശൈലജ ടീച്ചറിനെതിരെ RSP ആണ് മത്സരിച്ചത്. പറയുന്ന കക്ഷിയാണ് അഗസ്റ്റി. ഇല്ലിക്കൽ അഗസ്റ്റി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറിനെതിരെ മത്സരിച്ച ഒരാളാണ്. എന്നാലോചിക്കൂ, അത്രയേറെ പ്രാധാന്യമുള്ള ഒരാളാണ് ഇപ്പൊ പുഷ്പം പോലെ പറിച്ച് ദൂരെ കളഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും RSP LDF-നൊപ്പം നിൽക്കേണ്ട ഒരു പാർട്ടിയാണെന്ന് ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് അവര്. RSP LDF-ന്റെ കൂടെ നിന്നാൽ മാത്രമേ ഗുണം കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ RSPക്കകത്ത് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF-ന് വിട്ടിട്ട് UDF-ൽ വന്നതിന് ശേഷം ഭരണമേ കിട്ടിയിട്ടില്ല. ഇവരുടെ ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഷിബു ബേബി ജോൺ മന്ത്രിയാണോ? അല്ല, തഴയപ്പെട്ടു പോയ ഒരു ടീമാണ് ശരിക്കും RSP. UDF-നകത്ത് വരുന്നതുകൊണ്ട് ആകെപ്പാടെ കിട്ടുന്ന ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരാൾ ഉള്ളത് RSPക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ്. കൊല്ലം ലോക്സഭയിലേക്ക് ഒരു MP ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. ഇപ്പം ഷിബു ബേബി ജോൺ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ ഞാൻ ഇന്നടുത്ത് മത്സരിക്കാൻ പോകുന്നു. ചവറയാണ് RSP. ഈ ബേബി ജോണിന്റെ സ്ഥലം ചവറയാണ്. അതായത് ഷിബു ബേബി ജോണിന്റെ സ്വന്തം സ്ഥലം. ബേബി ജോൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫാദറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചവറയാണ്. പക്ഷെ ആ ചവറയിൽ നിന്നിട്ട് വിജയിക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ ഷിബു ബേബി ജോൺ. ചവറയിൽ സുജിത് വിജയൻപിള്ളയ്ക്കൊപ്പം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു പോയ ഒരു നേതാവാണ് ഷിബു ബേബി ജോൺ. ആ ഷിബു ബേബി ജോൺ ജയപരാജയങ്ങൾ പോലും പരിഗണിക്കാതെ എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചുകൊണ്ട് മത്സരിക്കാതെ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ RSPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിന്യസിക്കാതെ സ്വന്തമായി തീരുമാനമെടുത്തുകൊണ്ട് ചവറയിൽ നിന്ന് മത്സരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറാവുന്നു. എന്ത് കാര്യം? അവിടെ ജയിക്കുമോ? ഇല്ല. ഷിബു ബേബി ജോൺ അവിടെയുള്ള ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. RSP മുന്നണി വിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർ നഷ്ടപ്പെട്ടു, അവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഷിബു ബേബി ജോൺ ചവറയിലല്ല, ഇനി എവിടെ പോയി മത്സരിച്ചാലും വിജയിക്കാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഇനി വേറെ ഒരിടത്തും ഷിബു ബേബി ജോൺ മത്സരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഒരു 10,000 വോട്ട് ആണെന്നുള്ളതിൽ ഇപ്പൊ ഒരു 4,000 വോട്ട് ചിലപ്പോൾ ഇവിടെ ചവറയിൽ ഷിബു ബേബി ജോൺ കിട്ടുമായിരിക്കും. മൊത്തം ഒരു 10,000 വോട്ടാണെങ്കിൽ 4,000 വോട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ വേറെ എവിടെ മത്സരിച്ചിരുന്നാലും 10,000-ൽ ഒരു 2,000 വോട്ട് പോലും തികച്ചു പിടിക്കാൻ ശേഷിയില്ലാത്ത ഒരു നേതാവാണെന്നേ ഈ പറയുന്ന ഷിബു ബേബി ജോൺ. അപ്പൊ അതുകൊണ്ട് ഷിബു ബേബി ജോണിന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മാറി നിൽക്കാനേ പറ്റൂ. ഇനി ഇരവിപുരമുണ്ട്. ആ ഇരവിപുരത്ത് ആരെയാണ് മത്സരിപ്പിക്കാൻ ഇറക്കുന്നറിയോ? ഈ പറയുന്ന NK പ്രേമേന്ദ്രന്റെ മകനെ. അപ്പോഴും ഈ പറയുന്ന ഈ 2 നേതാക്കന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
ഇവിടെ അവിടെ 20 പേർക്ക് എന്റെ മോൻ മത്സരിക്കണം, വേറെ ആരെയും അവിടെ അടുപ്പിക്കരുത്. ഇവിടെ പിന്നെ ഷിബു ബേബി ജോൺ ഇവിടെ മത്സരിക്കണം, ചവറയിൽ മത്സരിക്കണം. ഇനി കൊല്ലം സീറ്റ് കിട്ടിയാൽ, കൊല്ലം സീറ്റ് UDF-ന്റേതാണ്, അപ്പൊ കൊല്ലം സീറ്റ് കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ NK പ്രേമചന്ദ്രന് മത്സരിക്കാം. കാര്യം കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ MP മാര് മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം വരാൻ പോകുന്നത്. അതേസമയം RSPയിലുള്ളവർക്ക് മത്സരിക്കാം. ഇവിടെ ഇത് കൊല്ലത്ത് നിന്ന് മത്സരിക്കാനുള്ള താല്പര്യവും ആർക്കുണ്ട്? NK പ്രേമചന്ദ്രൻ. അല്ലെ പുനലൂർക്ക് പോകണം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ താല്പര്യങ്ങളാണ് ഇവരിപ്പം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി താല്പര്യം എന്നത് മാത്രമായിട്ട് RSP ഒതുങ്ങുന്നു. അതാണ് ഈ പിന്നെ ഇല്ലീഗൽ അഗസ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. എന്നാൽ പാർട്ടിയിൽ ഒരു കൂട്ടായ ആലോചന നടക്കുന്നുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? സ്ഥാനാർത്ഥിത്വം അതിനെ ചോദ്യം ചെയ്താണല്ലോ ഇപ്പം പുള്ളി പുറത്താക്കാനുള്ള പ്രധാന കാരണം പാർട്ടിയിൽ കൂടിയാലോചന നടക്കുന്നില്ല, പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നില്ല. തന്നെയുമല്ല, ഇപ്പൊ NK പ്രേമചന്ദ്രന്റെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ എന്ന് വെച്ചാൽ ഷിബു ബേബി ജോൺ ഒരു പാല വിട്ടു UDF-ൽ നിന്ന്. ഷിബു ബേബി ജോൺ ഒരു പാല വിട്ട് ആ പാലത്തിലൂടെ NK പ്രേമചന്ദ്രനെ വലിച്ചു കയറ്റുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? NK പ്രേമചന്ദ്രനെ ആ പാലത്തിലൂടെ വലിച്ചു കയറ്റിയത്. അങ്ങനെ വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് UDF-ന്റെ ഭാഗമാക്കിയത്. അതുകൊണ്ടാണ് പരനാറി എന്ന് വിളിച്ചത്. അത് പിണറായി വിജയൻ പ്രസംഗത്തിനിടെ വിളിച്ചത് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ്. അത്രയും കാലം LDF-ൽ ഇരുന്ന സമയത്ത് മന്ത്രി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് RSP. ആലോചിച്ച് നോക്കിക്കോണം. ഒരു മന്ത്രി ഉണ്ടായിരുന്ന പാർട്ടി അതായിരുന്നു RSP. എന്നാൽ ഇന്നത്തെ RSP എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് RSP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ലോക്സഭയിലേക്ക് ഒരു MPയെ സംഭാവന ചെയ്യാനല്ലാതെ നിയമസഭയിലേക്ക് ഒരു MLA ഒരു മന്ത്രിയോ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പോയ 10 വർഷത്തിനകത്ത്? കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇനിയും പാർട്ടിക്കുള്ളിൽ കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ പരിശോധിക്കുമ്പോൾ RSP എന്ന് പറയുന്ന പാർട്ടി വലിയ അംഗബലമുള്ള പാർട്ടിയൊന്നുമല്ല. പക്ഷെ അങ്ങനെ RSP മാറി ചിന്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പം സംശയമാണ്. കാര്യം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇനിയിപ്പം മകനെ ഇരവിപുരത്ത് മത്സരിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരത്തില്ല. അത് LDF-ന് അത് വിലപ്പോകുന്ന കാര്യമല്ല, അത് വിലപ്പോകത്തില്ല. അതേസമയം RSP സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. RSP ഇപ്പം നോക്കിയ RSPയിലെ ഒരു കോവൂർ കുഞ്ഞുമോൻ ഇപ്പൊ നിൽക്കുന്ന LDF-ന്റെ കൂടെയാ. കോവൂർ കുന്നത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നിരിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ നിൽക്കുന്നത് LDF-ന്റെ ഭാഗമായിട്ടാണ്. RSP എല്ലാണ്. എനിക്കത് ലെനിനിസ്റ്റ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. മറ്റൊന്ന് ബോൾഷെവിക്കും ഇതുമാണ്. അപ്പൊ ഇതിലേക്ക് ഈ പറയുന്ന പോലെ ഒരു RSP ഉണ്ട് LDF. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമോന്റെ എല്ലുമായിട്ട് ലയിക്കേണ്ടി വരും, അല്ലെ കോവൂർ കുഞ്ഞുമോനെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ലയിക്കേണ്ടി വരും. ഇങ്ങനെ വരുന്ന അപ്പം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ RSP എന്ന് പറയുന്നത് വീണ്ടും വിഘടിക്കുന്നതിന് പിളർപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പിളർന്നാൽ ഇപ്പം ഇല്ലീഗൽ അഗസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ അഗസ്റ്റിക്ക് UDF തുടരാൻ താല്പര്യമില്ല ഇനി. കാര്യം അവിടെ ശൈലജ ടീച്ചർ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ച മട്ടന്നൂരിൽ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനിയും ഇല്ലീഗൽ അഗസ്റ്റി താല്പര്യപ്പെടുന്നേ ഇല്ല. അപ്പൊ മാറി നിൽക്കണം. മാറിയതുകൊണ്ട് LDF-ന്റെ ഭാഗമാകണം. LDF-ന്റെ ഭാഗമായതുകൊണ്ട് ഇനി ഒരു മത്സരത്തെ പ്രതിനിധാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു MLA എങ്കിലും കൊള്ളാവുന്ന ഒരു MLA അവിടെ നിയമസഭയിലേക്ക് കൊടുക്കാൻ കഴിയും. അതാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിനെ പറ്റിയ കൊള്ളാവുന്ന ഒരു സീറ്റ് LDF-നോട് ചോദിച്ച് മേടിക്കാനും പിന്നെ RSPക്ക് സാധിക്കും. അതുകൊണ്ട് സേവ് LDF എന്ന് പറയുന്ന ഒരു ഫോറം രൂപീകരിക്കാനുള്ള ശ്രമമാണ് ശരിക്കും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം NK പ്രേമചന്ദ്രൻ UDF ആണോ BJP ആണോ എന്ന് പച്ചക്കറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് നടക്കുന്നത്. നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ വന്ന സമയത്ത് തന്നെ ഈ ശബരിമലയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ ഒരു വലിയ പരാമർശം ഇപ്പോഴും ചർച്ചയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. NK പ്രേമചന്ദ്രനെ പോലെ ഒരു സോഷ്യലിസ്റ്റ്, റവല്യൂഷണറി, അവരെയൊക്കെ സോഷ്യലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. RSP എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി പ്രാധാന്യമുള്ള പാർട്ടി തന്നെയായിരുന്നു. LDF-ലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര വിലയായിരുന്നു RSP. അല്ലാതെ പിന്നെ ഇന്നത്തെ പോലെ പട്ടിയുടെ വിലയൊന്നും ആയിരുന്നില്ല. UDF കിടക്കുന്ന സമയത്ത് പട്ടിയുടെ വിലയേ ഉള്ളൂ. അല്ലെ വലിയ പ്രാധാന്യമൊന്നും UDF കൊടുക്കുന്നില്ല. RSPയിൽ CPI കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ടിയായിരുന്നു RSP. CPI കഴിഞ്ഞ പിന്നെയാണ് KM മാണി വരുന്നത്. മാണി ഗ്രൂപ്പ് പിന്നീട് വരികയാണ്. അതുവരെ CPI കഴിഞ്ഞാൽ അടുത്ത പ്രാധാന്യമുള്ള പാർട്ടി RSP ആയിരുന്നു. ഇപ്പൊ പട്ടിയുടെ വിലയാണ്, തമാശ പറയല്ല. ഇപ്പൊ എന്ത് വിലയുണ്ട്? ഇപ്പൊ മുസ്ലിം ലീഗും കഴിഞ്ഞ് CMPയും കഴിഞ്ഞ് RMPയും കഴിഞ്ഞ് മാത്രമാണ് ഇന്ന് UDF-നകത്ത് വിലയുള്ളത്. അപ്പൊ അത്രയ്ക്ക് തരംതാണ് പോയി RSP എന്ന് പറയുന്ന പാർട്ടി. അതിനകത്ത് ഇരിക്കുന്ന ബാക്കിയുള്ള അണികൾക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാ ഇതൊക്കെ ഉൾക്കൊള്ളാൻ. കാര്യം അവര് ഒരു MLA ഇല്ല, ഒരു മന്ത്രി ഇല്ല, എന്തിനിങ്ങനെ കിടക്കണം? ഈ UDF-നകത്ത് കടിച്ചു കിടക്കുന്ന ഇത്തവണയും ഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ UDF-ൽ ഉള്ളവർക്ക് പോലും ഉറപ്പില്ല. RSPയിലുള്ള പ്രമുഖരായ നേതാക്കന്മാർക്ക് പോലും യാതൊരു ഉറപ്പുമില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ കടിച്ചു കിടക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ ചിന്തിച്ചു തുടങ്ങും. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കൂ. ഇവിടെ പിന്നെ NK പ്രേമചന്ദ്രൻ തന്നെ എത്ര കാലം ഇനിയും UDF കടിച്ചു കിടക്കും? ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ബിന്ദു അമ്മിണിയെ കുറിച്ചും അന്ന് മറ്റൊരു സ്ത്രീയെ കുറിച്ചും എന്തെല്ലാമാണ് പറഞ്ഞത്, രഹന ഫാത്തിമയെ കുറിച്ചും ഒക്കെ എന്താ പറഞ്ഞത്?
അവർക്ക് ബീഫും പൊറോട്ടയും മേടിച്ചു കൊടുത്തിട്ട് ശബരിമല കയറ്റിയവരാണ് LDF സർക്കാർ എന്ന് പറഞ്ഞില്ലേ? അവിടെ ബീഫിനെയും പൊറോട്ടയും കൊണ്ടുവന്നിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു വികാരത്തെ ഒരു വർഗീയ വിഷയമാക്കി ആളിക്കത്തിക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ NK പ്രേമചന്ദ്രൻ ഈ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട്. അപ്പം NK പ്രേമചന്ദ്രൻ നാളെ BJP-യിലേക്ക് പോകുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും പ്രവർത്തകർക്കിടയിലുണ്ട്. അത് പലരും തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. UDF-കാർക്കും അത്തരത്തിലുള്ള ചില ആശങ്കകളുണ്ട്. NK പ്രേമചന്ദ്രന്റെ ഈ രീതിയിലുള്ള പോക്ക് ചിലപ്പം BJP-യെ സപ്പോർട്ട് ചെയ്യാൻ പോയെന്നിരിക്കും. ഇനിയും തന്നെയുമല്ല, കൊല്ലം ജില്ല മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജില്ല. വേറെ ഒരു ജില്ലയിൽ ഇവർക്ക് വലിയ താല്പര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയ്ക്ക് വേണ്ടിയിട്ടൊരു അവിടെ ആ ജില്ലയിൽ നിന്ന് ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്ന ഒരു തോട്ടൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവർക്ക് കൊല്ലം മാത്രം. കൊല്ലത്ത് നമുക്ക് അറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരെ ഉള്ളൂ നിലവിൽ. ഒന്ന് ഈ പറയുന്ന ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും. ഷിബു ബേബി ജോണിന് ചവറ നിന്നാൽ പോലും ഇനി ജയിക്കാൻ സാധ്യതയില്ല. ചവറ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ എവിടെയാ സ്ഥാനമുള്ളത്? വേറെ എങ്ങും ഇവർക്കൊരു സ്ഥാനം ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്, ഇപ്പൊ ചവറ സീറ്റ് വേറെ സുജിത് വിജയൻപിള്ള വേറെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല. കാര്യം സുജിത് വിജയൻപിള്ള എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ വേണമെങ്കിൽ ഏറെക്കുറെ RSP എന്ന് പറയുന്ന ഒരു പാർട്ടി പിളരാൻ പോകുന്നു. ഈ പറയുന്ന പോലെ ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പിലും ഇവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ സുജിത് വിജയൻപിള്ളയുടെ നാട് ഈ ചവറ തന്നെയാണ്. അതാണ് രസം. രണ്ടുപേരുടെ നാട്, ഷിബു ബേബി ജോണിന്റെയും സുജിത് വിജയൻപിള്ളയുടെ നാട് ചവറ തന്നെയാണ്. അപ്പൊ സുജിത് വിജയൻപിള്ള കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ MLA ആയിട്ടിരിക്കുകയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് UDF-ന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഷിബുവിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ വിജയിക്കത്തില്ല. കാര്യം ഷിബുവിനെ അധികം ആൾക്കാർ കാണുന്നില്ല. അത് വേറെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലർക്കും NK പ്രേമചന്ദ്രനെ അറിയാം, പക്ഷെ അത്ര പോലും ഷിബു ബേബി ജോണിനെ അറിയണമെന്നില്ല. NK പ്രേമചന്ദ്രൻ MP ആയതുകൊണ്ടാണ്. ഈ MP ആയ NK പ്രേമചന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൊല്ലം ജനതയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ അതും NK പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് മാർക്കാണ്. അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന തരത്തിലുള്ള പ്രവണതകൾ അതെല്ലാ RSP നേതാക്കന്മാരും അല്ലെങ്കിൽ RSPയുടെ പ്രവർത്തകരും അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. കാരണം പലരും നേരത്തെ സൂചിപ്പിച്ച റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണത്. അതൊരിക്കലും UDF-നെ പോലെ ഒരു മുന്നണിക്കകത്ത് നിന്ന് മുരടിച്ചു പോകേണ്ട ഒരു പാർട്ടി ആയിരുന്നില്ല ശരിക്കും. ഇത് വളർന്ന് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞ 10 വർഷം അവർക്ക് ഓരോ മന്ത്രിമാരും ഉണ്ടാകേണ്ട ഒരു കാലമായിരുന്നു കടന്നുപോയത്. ആ മന്ത്രിമാരില്ലാത്ത MLA-മാരില്ലാത്ത വെറും ഒരു MPയെ കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. ലീഗിന് MLA-മാരും ഉണ്ട്, MPമാരും ഉണ്ട്, മന്ത്രിമാരില്ലെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് പാർട്ടി ഇപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ MLA-മാരും ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. പോരെ, അവരൊക്കെ ഹാപ്പി ആയിട്ട് തന്നെ LDF എന്ന് പറയുന്ന മുന്നണി തുടരുന്നത്. UDF-ലുള്ളവർക്കും ഇപ്പൊ മന്ത്രിമാരില്ലെന്നേ ഉള്ളൂ, പലർക്കും MLA-മാരുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷെ RSPക്ക് അങ്ങനെ ഇല്ല. അപ്പൊ ആ ഒരു നിലയിലേക്ക് RSPക്ക് വളരണമെന്നുണ്ടെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു മുന്നണിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഈ പറയുന്ന പോലെ ഇല്ലീഗൽ അഗസ്റ്റിയെ പോലെയുള്ള ഒരുപറ്റം നേതാക്കന്മാർ അഡമന്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലായിരിക്കും ഇനി ഒരു സേവ് LDF എന്ന് പറയുന്ന ഒരു ഫോറം തന്നെ ഇവിടെ ആരംഭിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പോവുക. അത് ഈ പറയുന്ന ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും ഒക്കെ ഒരു വലിയ ദോഷമായി മാറാനും സാധ്യതയുണ്ട്.